ദേശീയ തലത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ബന്ധമെന്താണ്? അതിപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാൻ വല്ലതുമുണ്ടോ? സംസ്ഥാന തലത്തിൽ അവർ തമ്മിൽ ശത്രുക്കളാണെങ്കിലും ദേശീയ തലത്തിൽ അവർ ഒരു മുന്നണിയായി മത്സരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. അതിന് കാരണം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും ഏകാധിപത്യ രീതിയിൽ ഫാസിസ്റ്റ് നിലപാടുകൾ നടപ്പിലാക്കുന്ന BJP-യുടെ സർവാധിപത്യത്തിനെതിരെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ദേശീയ തലത്തിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് ഒരു മുന്നണിയായി മത്സരിക്കുന്നത്. പല സമയത്തും BJP-യേക്കാൾ വലിയ ഫാസിസ്റ്റ് പാർട്ടിയാകാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ നയവ്യതിയാനങ്ങളിൽ പെടാതെ പിടിച്ചു നിർത്തുന്നതും CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ സാന്നിധ്യമാണ്. അപ്പോൾ തീർച്ചയായും പറയാം, ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും അവരുടെ മുഖ്യ ശത്രു അത് BJP ആണ് എന്ന്. സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കും അതുപോലെ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളിലെ അംഗങ്ങൾക്കും ആ പാർട്ടികളിൽ തന്നെയുള്ള അനുഭാവികൾക്കുമൊക്കെ ഇപ്പോഴും മനസ്സിലുള്ള ഒരു കാര്യമാണത്. അതായത് തങ്ങളുടെ ബദ്ധശത്രു BJP ആണ് എന്ന കാര്യം. എന്നാൽ കോൺഗ്രസ് പാർട്ടിയിലെ സാധാരണക്കാരായ പ്രവർത്തകർ BJP-യെ അവരുടെ മുഖ്യ ശത്രു സ്ഥാനത്ത് കാണുമ്പോൾ ആ പാർട്ടിയിലെ തന്നെ പ്രമുഖരായ നേതാക്കൾ അവരുടെ മുഖ്യ ശത്രു സ്ഥാനത്ത് കാണുന്നത് CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടികളെയാണ്. അത് സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും അവർക്ക് ശത്രുത BJP-യോടില്ല, അത് ഇടതുപക്ഷ പാർട്ടികളോടാണ് എന്ന കാര്യം പല ഉദാഹരണങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ച് കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിച്ചു. ശരിയല്ലേ? ശരിയാണ്. ഒഴിവ് വന്ന രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിൽ BJP പുഷ്പം പോലെ വിജയിച്ച് രാജ്യസഭയിലെ തങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ വേണുഗോപാൽ ഒരുമ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും? കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടാതിരുന്നിട്ടാണോ? പ്രത്യേകം ആലോചിക്കണം. നിയമസഭയിലേക്കല്ല മത്സരം നടന്നത്, പാർലമെന്റിലേക്കാണ്. അതായത് KC വേണുഗോപാൽ മത്സരിച്ച സീറ്റിൽ ഇടതുപക്ഷം വിജയിച്ചാലും ഒരു കുഴപ്പവുമില്ലെന്ന് സാരം. ആ സീറ്റിന് ഒരു പോറലുമേൽക്കില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വേണുഗോപാൽ ഇവിടെ മത്സരിച്ചു? ഒരൊറ്റ ഉത്തരം മാത്രം. കോൺഗ്രസ് അഖിലേന്ത്യാ നേതാവ് KC വേണുഗോപാലിൻ്റെ മുഖ്യശത്രു സംഘപരിവാരമല്ല, അത് ഇടതുപക്ഷമാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയിക്കേണ്ട. അതാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ബീഹാറിലെ മാഞ്ചിയിൽ കണ്ടത്. CPM-ന്റെ സീറ്റായ മാഞ്ചിയിൽ മത്സരിച്ച സഖാവ് സത്യേന്ദ്ര യാദവ് തോറ്റത് 9,000 വോട്ടുകൾക്കായിരുന്നു. ആ മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ റിബൽ സ്ഥാനാർത്ഥി പിടിച്ചത് 19,000 വോട്ടുകളും. മണ്ഡലത്തിൽ വിജയിച്ചത് BJP സഖ്യം. കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ അല്ലേ? ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ചുമതല വേണുഗോപാലിനായിരുന്നു. സഖ്യകക്ഷികൾക്കെതിരെ സ്വന്തം സ്ഥാനാർത്ഥികളെ റിബലായി മത്സരിപ്പിച്ചും ആ സീറ്റുകൾ NDA അക്കൗണ്ടിലെത്തിച്ചും വേണുഗോപാൽ പിന്നിൽ നിന്നും കുത്തി എന്ന് ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകൻ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളത് നിഷേധിക്കുക? മാത്രമോ, വടിച്ചെടുക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ കോൺഗ്രസിനെ കേവലം 2 സീറ്റിലും എത്തിച്ചു. സ്വന്തം മുന്നണിക്ക് ഇത്തരത്തിൽ 8ന്റെ പണി കൊടുക്കുന്ന ഈ അഖിലേന്ത്യാ നേതാവിനെയാണ് നിങ്ങൾ പറയുന്നത് കോൺഗ്രസിൻ്റെ വാർ സ്പെഷ്യലിസ്റ്റാണ് എന്ന്. ഉണ്ടയാണ്. കേരളത്തിലെ ഇടതുപക്ഷക്കാർ ഒരു കാര്യം പറയുന്നുണ്ട്. കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞാൽ വേണുഗോപാൽ BJP-യുടെ കേന്ദ്രമന്ത്രിയായി ഡൽഹിയിൽ ഉണ്ടാവുമെന്ന്. ഒരു തർക്കവും വേണ്ടെന്ന്. ഇതൊന്നും അറിയാതെ പാവൻ രാഹുൽ ഗാന്ധി വെറുതെ വെള്ളം കോരുകയാണ്. സത്യത്തിൽ അയാളുടെ സഹതാപമാണ്. ഇതെല്ലാം കണ്ടും കേട്ടും സഹികെട്ടിട്ടാണ് എന്ന് തോന്നുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഉല്ലേഖ് NB KC വേണുഗോപാലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾക്ക് ശേഷം കേരളത്തിലെത്തി ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയെയാണ് ഉല്ലേഖ് NB ചോദ്യം ചെയ്തേക്കുന്നത്. ബീഹാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയായ ശേഷം കേരളത്തിൽ മടങ്ങിയെത്തി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് തുല്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് യഥാർത്ഥ സംഘടനാ പ്രവർത്തനമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഓൺലൈൻ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ തലക്കെട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് ഉല്ലേഖ് NBയുടെ വിമർശനം. കോൺഗ്രസ് ഹൈക്കമാൻഡിന് നിർണായക സ്വാധീനമുള്ള നേതാവൊക്കെ തന്നെയാണ് KC വേണുഗോപാൽ. ദേശീയ തലത്തിൽ തിരക്കിട്ട സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നതിനിടയിലും അദ്ദേഹം കേരളത്തിലെ പാർട്ടി വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്നു എന്നാണ് ഉല്ലേഖ് ചൂണ്ടിക്കാട്ടുന്നത്. ദേശീയ നേതാക്കൾ സംസ്ഥാന വിഷയങ്ങളിൽ ഇടപഴകുമ്പോൾ അതിൻ്റെ ഫലം പാർട്ടിയുടെ കെട്ടുറപ്പിന്
ദോഷകരമാകുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. സംഘടനാപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ദേശീയ ജനറൽ സെക്രട്ടറി ഇപ്പോൾ സംസ്ഥാന ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണെന്ന വിമർശനം ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിമർശനം കൂടി എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയെ ഇല്ലാതാക്കുന്നു എന്ന് കോൺഗ്രസ്സുകാരും ഒരു മുന്നണിയെ തന്നെ ഇല്ലാതാക്കുന്നു എന്ന് മുന്നണിയിലെ മറ്റു പാർട്ടിക്കാരും ചൂണ്ടിക്കാട്ടുന്നത് ഒരേ ഒരാളെയാണ്. അതാണ് കെ.സി. വേണുഗോപാൽ. കോൺഗ്രസിൻ്റെ അവസാന പുക കാണുന്നതാണ് പുള്ളിക്കാരൻ്റെ ലക്ഷ്യമെന്ന് പല കോൺഗ്രസ് പ്രവർത്തകരും സാധാരണക്കാരായ പല കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോഴും കരുതുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ എന്താണ് എന്നുള്ളതും കേരള രാഷ്ട്രീയത്തിൽ പുള്ളിക്കാരൻ്റെ വിലയെ സംബന്ധിച്ചും ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നമുക്ക് ആ കാര്യത്തിലേക്ക് തന്നെ പോകാം. ആ കാര്യം പറയുന്നതിന് മുൻപ് ഒരു ചെറിയ വീഡിയോ നിങ്ങളൊന്ന് കാണണം. കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാലിൻ്റെതായി പുറത്തു വന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ആദ്യം നിങ്ങളൊന്ന് വ്യക്തമായി കാണണം. എത്ര കാലമായി വർക്ക് തുടങ്ങിയിട്ട്? എത്ര കാലമായി ഈ വർക്ക് തുടങ്ങിയിട്ട്? അരൂർ തുറവൂർ വർക്ക് തുടങ്ങി എത്ര കാലമായി? 2.5 വർഷം. നിങ്ങൾക്കൊരു സർവീസ് റോഡ് പക്ക റോഡാക്കാൻ 2.5 വർഷം കൊണ്ട് കഴിയുന്നില്ല അല്ലേ? നിങ്ങൾ എന്ത് ഏജൻസിയാണ്? ഞാൻ ചോദിക്കുന്നത്? ഇത്രയും വലിയ വർക്ക് നടത്തുന്ന നിങ്ങൾക്ക് 2.5 വർഷം കൊണ്ട് ഈ പക്ക, ഇത് നാഷണൽ ഹൈവേ ആണ്, ലൈഫ് ലൈനാണ്, ഈ 10 കിലോമീറ്റർ സർവീസ് റോഡ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് തീരുന്നത് നിങ്ങളുടെ വർക്ക്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ട്. സാധാരണ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പാർലമെന്ററി കമ്മിറ്റികളിൽ നമുക്കറിയാം, നിങ്ങളുടെ ഓഫീസേഴ്സ് NHA ചെയർമാൻ അടക്കം പറഞ്ഞിരിക്കുന്നത് സർവീസ് റോഡ് പക്കയാക്കിയിട്ട് മാത്രമേ NHA വർക്ക് നടത്താൻ പാടുള്ളൂ. പക്ഷേ ആൾക്ക് യാത്ര ചെയ്യണമല്ലോ. ഗതാഗതം കംപ്ലീറ്റ് നിരോധിച്ചിട്ടുണ്ടോ ഇവിടെ? ഇല്ലല്ലോ, ഗതാഗതം ഉണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ഇവിടെ ഉണ്ടായ പ്രത്യേകത, ഈ റോഡിൽ മാത്രം 40-41 പേര് മരിച്ചു. ആലപ്പുഴ കളക്ടറിൽ ഞാൻ മാത്രം പങ്കെടുത്ത 7 മീറ്റിംഗ് നടന്നു. 7 മീറ്റിംഗ്. അവിടെയൊക്കെ ഇതായിരുന്നു ഡിസ്കസ് ചെയ്ത് നമ്മൾ. ഡൽഹിയിൽ വിളിച്ചുകൂടി PSC കമ്മിറ്റി ഇവിടെ വന്നു, അവിടെയും പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ ലാഘവ ബുദ്ധിമുട്ട്. ഇപ്പൊ ഏറ്റവും വലിയൊരു ദുരന്തം, ഭാഗ്യത്തിന് ഒരു വലിയ ഒരാൾ മാത്രമേ അതിനകത്തുള്ളൂ. ഞാൻ ഭാഗ്യത പറഞ്ഞ പാവപ്പെട്ടവർ മാത്രമേ മരിച്ചുള്ളൂ. അതിനകത്തൊരു 10 പേരുണ്ടായിരുന്നെങ്കിലോ ആരോട് നിങ്ങൾ സമാധാനം പറയും? നിങ്ങൾക്ക് ധൃതിയാണ്. ഇത്രാം തീയതിക്കുള്ളിൽ ഇത് പൂർത്തീകരിക്കുക. ഇത് പൂർത്തീകരിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇത് പൂർത്തീകരിക്കുന്നത് സർവീസ് റോഡ് വേണം, ആളുടെ സുരക്ഷിതത്വം വേണം. ആളെ കൊന്നിട്ടല്ല റോഡ് ഉണ്ടാക്കുന്നത്. ഈ വർത്തമാന കാലത്ത് ഇത്രയും സാങ്കേതിക സൗകര്യങ്ങൾ ആരാ ഡൈവേർട്ട് ചെയ്യേണ്ടത്? അല്ല, ഈ ട്രാഫിക് നിങ്ങൾ എങ്ങനെ അനുവദിച്ചു ആ സമയത്ത്? യു ഷുഡ് ബി റെസ്പോൺസിബിൾ. അരൂർ ജലറപകടത്തിന് പിന്നാലെ കമ്പനി പ്രതിനിധികളെ ചോദ്യം ചെയ്യുന്ന കെ.സി. വേണുഗോപാലിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. സർവീസ് റോഡ് നന്നാക്കാൻ 2.5 വർഷം കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ ഉദ്യോഗസ്ഥരോട് ചൂടാകുന്നത്. സത്യം പറയാമല്ലോ, ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റുകൾ ഇടുന്ന ജനങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാർ പക്ക കോൺഗ്രസ്സുകാരാണ്. ഇവരാരും കെ.സി. വേണുഗോപാലിനെ കമൻറ്റുകളിലൂടെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റുകൾ മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ അതിൽ പൊതുവായി പറയുന്ന ഒരു കാര്യമുണ്ട്. ബീഹാറിൽ തോറ്റു തൊപ്പിയിട്ടപ്പോൾ കെ.സി. വേണുഗോപാലിന് സ്വന്തം മണ്ഡലത്തിലെ റോഡിനെക്കുറിച്ച് ഓർമ്മ വന്നു എന്നാണ് പലരും ഡയറക്റ്റായും ഇൻഡയറക്റ്റായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ കെ.സി. വേണുഗോപാലിൻ്റെ ഈ ഷോയ്ക്ക് പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കും എന്നൊരു സൂചന ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏക പ്രതീക്ഷയായിരുന്നു ബീഹാറിലെ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷേ ഇന്ത്യ മുന്നണിയെ നയിച്ച കോൺഗ്രസ് ബീഹാറിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ആ തകർച്ചയ്ക്ക് ഉത്തരവാദി കെ.സി. വേണുഗോപാലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് അണികൾ എന്നുള്ളതാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട ഒരു കമൻറ്റ്, 2 വരിയുള്ള ഒരു കമൻറ്റ്. ആ കമൻറ്റാണ് വേണുഗോപാൽ ഇപ്പോൾ നിൽക്കുന്ന ആ സാഹചര്യം എന്താണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാക്കി കൊടുക്കുന്നത്. വെറും 2 വരിയിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ കമൻറ്റ് ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വലിയ പ്രതിസന്ധി കോൺഗ്രസിന് സൃഷ്ടിക്കും എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട്. ആ കമൻറ്റ് ഇങ്ങനെയാണ്: സാർ, ആലപ്പുഴക്കാരനല്ലേ? എവിടെയായിരുന്നു ഇത്രയും നാൾ? അതെ, വെറും 2 വരികൾ മാത്രമുള്ള ആ കമൻറ്റ് കെ.സി. വേണുഗോപാലിനെ ഫേസ്ബുക്കിൽ തന്നെ തേച്ചൊട്ടിച്ചു കിടത്തി എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ ഒട്ടും കുറവ് വരില്ല.
കെ സി വേണുഗോപാലിനെ ഒന്നോടെ പുഴുതുകളഞ്ഞ ആ ഒരു കമൻറ്റിൻ്റെ ചുവട് പിടിച്ച് അതേപോലെയുള്ള ഒട്ടനവധി കമൻറ്റുകൾ പോസ്റ്റിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഈ 2 വരി കമൻറ്റ് ഒരു പ്രത്യേകതയുള്ള കമൻറ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ കമൻറ്റിലും അതുപോലെ തന്നെ ഇതിനൊപ്പം വന്ന മറ്റു കമൻറ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ സി വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കുന്നതിനോട് പല കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക ചരടുവലികൾ നടത്തി കോൺഗ്രസ് പാർട്ടിയെ ഏതെങ്കിലും രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം കേരളത്തിൽ പാർട്ടി അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നത് പാർട്ടിക്ക് മാത്രമല്ല UDF മുന്നണിയുടെ കാര്യം തന്നെ ഏകദേശം തീരുമാനമാക്കുമെന്നാണ് പലരും പറയാതെ പറയുന്നത്. രാജ്യത്ത് അങ്ങിവിടെയോ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിക്കേറ്റ പരാജയം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഇത്രയധികം തകർക്കുന്നു എങ്കിൽ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു പരാജയം ഇനി പാർട്ടിക്ക് ഏറ്റാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ മത്സരിപ്പിക്കാനുള്ള ചരടുവലികൾ കെ സി വേണുഗോപാൽ നടത്തിയപ്പോൾ അത് സ്വാഭാവികമായ ഒരു മത്സരമായി ഇടതുപക്ഷ പ്രവർത്തകർ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ റിബലിനെ നിർത്തി ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള സാഹചര്യം കെ സി വേണുഗോപാൽ ഒരുക്കിയപ്പോൾ അതും കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷക്കാർ തയ്യാറാകില്ല എന്നുള്ളതും കൂടി ഈ കൂട്ടത്തിൽ അറിയേണ്ടതുണ്ട്.